ഹലോ എവ്രി വൺ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണല്ലോ അല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇപ്പോൾ മഴയൊക്കെ തുടങ്ങിയില്ലേ, അപ്പം നമുക്ക് മഴക്കാലത്ത് ഏറ്റവും ഉപകാരപ്പെടുന്നൊരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ റെസിപ്പി എന്താണെന്ന് നോക്കിയാലോ? ആദ്യം നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചതച്ചെടുക്കാനുണ്ട്. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഏലക്ക 2 എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏലക്കയുടെ തൊലി കളഞ്ഞിട്ട് കുരുവായിട്ടൊന്ന് നമുക്കതിലേക്ക് ഇടിക്കല്ലിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ നമുക്ക് ഒരു 2 സിനമൺ സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്, ഒരു 4 ഗ്രാമ്പും എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ടാലും മതി കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1/2 ടീസ്പൂണ് പെരിഞ്ജീരകം കൂടി എടുക്കാം. ഇതും പെരിഞ്ജീരക പൊടി ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, അത് ഉപയോഗിക്കാം കേട്ടോ. ഇനി നമുക്കിതെല്ലാം നല്ലപോലെ ഒന്ന് ചതച്ച് പൊടിച്ചെടുക്കണം. നല്ലതായിട്ട് പൊടിയൊന്നും വേണ്ട, ഒന്നിങ്ങനെ ചതഞ്ഞ് കിട്ടിയാൽ മതി. അതിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് നല്ലപോലെ വരുന്ന പോലെ ആയി കിട്ടിയാൽ മതി. അപ്പോൾ നമ്മുടെ മസാലാസൊക്കെ നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഈ കല്ലിലേക്ക് തന്നെ നമുക്കൊരു കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ചെടുക്കാം. ഒരു ചെറിയൊരു പീസ് മതി കേട്ടോ. അതും കൂടെ ജസ്റ്റ് നമുക്കൊന്ന് ചതച്ചെടുക്കാം. തുളസിയില ഉണ്ടെങ്കിൽ തുളസിയില ഉള്ളവർക്ക് തുളസിയില ഇടാം കേട്ടോ, നല്ലതാണ് തുളസിയില ഇടുന്നത്. എനിക്കിപ്പോൾ ഇവിടെ ഇല്ല, അതുകൊണ്ട് ഞാൻ തുളസിയില ഇടുന്നില്ല. അപ്പം ഞാൻ ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അത് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. അപ്പോൾ ഞാനൊരു കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് നമുക്കൊരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാവരുടെയും കടുപ്പത്തിനനുസരിച്ചുള്ള ചായപ്പൊടി ഇട്ട് കൊടുക്കണം. അതിന് മുമ്പ് നമുക്ക് ഈ ചതച്ച് വെച്ചിരിക്കുന്ന മസാലാസ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ 2 ടീസ്പൂണ് ചായപ്പൊടിയാണ് ഇടുന്നത്. ഇത് നല്ല കടുപ്പുള്ളൊരു ചായപ്പൊടിയാണ് കേട്ടോ, AVTയുടെ പൊടിയാണ്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ 2 ടീസ്പൂണ് പഞ്ചസാരയാണ് ഇടുന്നത്. പഞ്ചസാര ഇല്ലെങ്കിൽ വെല്ലം ചേർക്കാം കേട്ടോ. വെല്ലം ഒരു 1/2 അച്ച് ചേർത്താൽ മതിയാവും, പഞ്ചസാര അധികം വേണ്ടാത്തവർക്ക്. ഇനി നല്ല പോലെ തിളപ്പിക്കുക. കുറച്ച് നേരം നമുക്ക് ചെറിയ തീയിൽ വെച്ചിട്ട് ഈ മസാലയും ചായപ്പൊടിയൊക്കെ നല്ലപോലെ ഒന്ന് വേവുന്നിടം വരെ വേവിച്ചെടുക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നല്ല അടിപൊളി ഒരു മസാല ചായയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. മഴക്കാലത്ത് ഏറ്റവും നല്ല ഉപകാരപ്പെടുന്ന ഒരു ചായയാണ് നമുക്ക്. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനെ സപ്പോർട്ട് ചെയ്യണം. ഇനി നമുക്ക് ഈ മസാല ചായ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ല ചൂടോടെ തന്നെ കുടിക്കാം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു മസാല ചായയാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇതാണ്. ഇതിൽ നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കൂ. ചായ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.